Hello, hi, it's me, Bazooka. അന്വേഷിപ്പിൻ കണ്ടെത്തും പടം കണ്ടു. എൻ്റെ അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ, എനിക്ക് ഈ സിനിമ കണ്ട് ആദ്യം എനിക്ക് മനസ്സിലോട്ട് വന്നത് വേറൊരു സിനിമയാണ്, കണ്ണൂർ സ്ക്വാഡ്. കാരണം അത് തന്നെയാണ്, നിങ്ങൾക്ക് ഊഹിക്കാം, സെയിം രണ്ട് ഇൻവെസ്റ്റിഗേഷൻ പടമാണ്, പോലീസ് പടമാണ്. മറ്റത് കുറച്ചും കൂടെ മുമ്പോട്ട് ഉള്ളൊരു കാലഘട്ടമാണ്, ഇത് 80s ആണ്. അതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. ബാക്കിയെല്ലാം ആൾക്കാരുടെ ഇത് നോക്കുവാണെങ്കിലും അതിലും സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 പേരുണ്ട്, ഇതിൽ സെയിം അത് തന്നെ ഒരു 4 പേരുണ്ട്. മെയിനായിട്ട് അതിൽ മമ്മൂട്ടി, ഇതിൽ മെയിനായിട്ട് നമ്മുടെ ടൊവിനോ തോമസ്. പടം ഞാൻ പറയുകയാണെങ്കിൽ വീര്യം കുറവാണ്, ഒരു അത്രയ്ക്കുള്ളൊരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു കണ്ണൂർ സ്ക്വാഡ് കണ്ടപ്പോൾ തോന്നിയ ആ ഒരു കണക്ഷൻ, അത് ഇത് കണ്ടപ്പോൾ അത്രയും വന്നില്ല. പക്ഷേ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ഒരു കേസാണ് മെയിനായിട്ട് വരുന്നത്. ഇതിൽ 2 കേസാണ്, ഫസ്റ്റ് ഹാഫ് ഒരു കേസ്, സെക്കൻഡ് ഹാഫ് ഒരു കേസ്, അങ്ങനെയാണ് ഇതിൽ പോകുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം നല്ല രീതിയിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയമാണ് ഇതിൽ എല്ലാവരും കാഴ്ച വച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ടൊവിനോ തോമസ് പക്ക ഒരു പോലീസ് ഓഫീസറായിട്ട് ജീവിക്കുക തന്നെയായിരുന്നു, ഒരു സംശയമില്ല. നല്ല രീതിയിൽ ടൊവിനോ അണ്ണൻ ചെയ്തു വച്ചിട്ടുണ്ട്, മോശമൊന്നും പറയാനില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ല, ഗുഡ്, കൊള്ളാം എന്ന് പറയാം. പക്ഷേ ഈ എക്സലൻ്റ് അല്ലെങ്കിൽ കണ്ണൂർ സ്ക്വാഡിൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പറയാൻ തോന്നുന്നില്ല, അത്രയ്ക്കില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിലെന്ന് പറയുകയാണെങ്കിൽ കൂടുതൽ നമ്മളെ ഒരു സാധാരണ നമ്മളെ പോലീസ് അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ എൻഡിങ് ഇത്തിരി ശോകമാണ്. എന്ന് പറഞ്ഞാൽ ഇവർ 2 കേസ് അന്വേഷിക്കുന്നുണ്ട്, 2ൻ്റെയും അവസാനം കേസ് തെളിയിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കിട്ടേണ്ട ആ ഒരു റെക്കഗ്നിഷനും അതൊന്നും കിട്ടുന്നില്ല. കാരണം വേറൊന്നുമല്ല, നിങ്ങളിപ്പോൾ എല്ലാവരും കണ്ടു കാണെങ്കിൽ ഞാൻ അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. പ്രതി ആരാണ്, കുറ്റം ചെയ്ത ആളെ കണ്ടുപിടിക്കുമ്പം ഒരുത്തം കയറി ട്രെയിനിൻ്റെ മുമ്പ് ചാടി തല വെച്ച് ചണം പിന്നം ആയി പോകുന്നുണ്ട്, 2ാമത്തെ ആൾ തൂങ്ങിച്ചാവുന്നുണ്ട്. അങ്ങനെ അവർ സ്വയം ജീവനൊടുക്കി അവർ തന്നെ അവർക്ക് ശിക്ഷ കൽപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവർ ഇത്രയും പാടുപെട്ട് ഇത് കണ്ടുപിടിച്ച് വന്നതിൻ്റെ ആ ഒരു എഫേർട്ടിന് ഒന്നുമില്ലാതായിപ്പോയി. ആ പ്രതിനെ ഇവർക്ക് നിയമപരമായി ശിക്ഷിക്കണമെന്നുള്ളൊരിതായിരുന്നു, അത് 2 കേസിലും നടന്നില്ല. സിനിമ എൻഡ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഇവർക്കിങ്ങനെ ഇനിയും ഇവർ കേസുകൾ അന്വേഷിക്കും, അതിൽ ഇനിയുള്ള കേസിൽ ഇവർക്ക് അർഹതപ്പെട്ട ഒരു രീതിയിൽ ഇത് കിട്ടട്ടെ, അതിനൊരു കേസ് ഇവർക്ക് തെളിയിച്ചെടുക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു ഇത് പറഞ്ഞാണ് സിനിമ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏത് കേസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ഉം കൊള്ളാം. ഫസ്റ്റ് കേസും സെക്കൻഡ് കേസും 2ലും നല്ല മിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 2ഉം നല്ല സ്റ്റോറി തന്നെയാണ്, നല്ല രീതിയിൽ ഇത് ബിൽഡപ്പ് ചെയ്തെടുത്തിട്ട് തന്നെയാണ് അതിനെ പറ്റി ഈ അന്വേഷിക്കുന്നതും പിന്നെ അത് പതിയെ തെളിയിച്ചുകൊണ്ട് വരുന്നതും ഒക്കെ കാണിക്കുന്നത്. 1ാമത്തെ കേസിലെന്ന് പറയുവാണെങ്കിൽ നമ്മുടെ ടൊവിനോൻ്റെ സുപ്പീരിയേഴ്സ് എല്ലാവരും കൂടെ നല്ല രീതിയിൽ മര്യാദയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇതെന്താണെന്ന് നേരെ ചൊവ്വേ തെളിയിച്ചെടുക്കാൻ സമ്മതിക്കാതെ അവരെ ഇടപെടൽ വന്ന് ഒതുക്കി തീർക്കാനുള്ളൊരു ശ്രമം. അപ്പം അതിൻ്റെ ഇടയിൽ ടൊവിനോ അല്ലാതെ അൺഒഫീഷ്യലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് സംഭവം കണ്ടുപിടിക്കുകയാണ്. അതിന് പുള്ളിക്ക് റെക്കഗ്നിഷൻ കിട്ടേണ്ടതായിരുന്നു, പക്ഷേ നമ്മളെ വെറുതെ ചാടിപ്പോകുന്നു, സാകുന്നു, അതോടെ ഡും. പിന്നെ 2ാമത്തേലെന്ന് പറയുവാണെങ്കിൽ ഈ കേസ് പേര് മറന്നുപോയി, ആ കേസിനൊരു പേരുണ്ടായിരുന്നു. അപ്പോൾ ആ കേസ് പലരും തെളിയിക്കാൻ നോക്കിയതാണ്, നടക്കണില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പോലീസ് ആ കേസ് ക്ലോസ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേസ് ഒരിടത്തോട്ടും എത്തുന്നില്ല. അപ്പം ഫൈനലായിട്ട് ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് ആ കേസിനെ തള്ളിക്കളയാനുള്ള ഒരു ഇതിലാണ് ടൊവിനോന് ആ കേസ് കിട്ടുന്നത്.
അപ്പം നമ്മളെ സിദ്ദിഖ് പറഞ്ഞു വിടുന്നുണ്ട്, നിങ്ങളിത് നേരെ ചൊവ്വേ അന്വേഷിക്കണമെന്ന് പോലുമില്ല, ചുമ്മാ അവിടെ ചെന്നൊന്ന് കണ്ടിട്ട് ഒന്ന് നോക്ക്, എന്താണ് നടന്നതെന്നൊന്ന് നോക്ക്, പറ്റുമെങ്കിൽ അന്വേഷിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് എഴുതിയിട്ട് ഇങ്ങ് വാ, നിങ്ങളാരും ഒന്നും പറയൂല. അങ്ങനെ ഇവർ പോകുന്നു, അവിടെ ചെല്ലുന്നു. ഓക്കെ, അവിടുത്തെ ഒരു ആംബിയൻസ് മനസ്സിലാവുന്നു, പോകാമെന്നും പറഞ്ഞ് തന്നെയാണ് അവർ നിൽക്കുന്നത്. അവസാനമായപ്പോൾ ഒരു തുമ്പ് കിട്ടുന്നു, അതിൽ കയറി പിടിച്ച് ഒരു പതിയെ ഇതും തെളിയിച്ചുകൊണ്ട് വരുവാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് മറ്റേതാണ് കുറച്ചും കൂടെ, ആദ്യത്തെ കേസാണ് കുറച്ചും കൂടെ ചലഞ്ചിങ് എന്നാണ് എനിക്ക് കുറച്ചും കൂടെ അതായിരുന്നു ഈ തെളിയിച്ചെടുക്കുന്നത് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. രണ്ടാമത്തത് ഓക്കെ, അങ്ങനത്തെ ഒരു കേസായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയൊക്കെ എനിക്ക് ആദ്യത്തതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ വേറൊരു കാര്യം, ഈ 2 കേസിലും, ഒന്നാമത്തെ കേസിൽ ചെയ്ത ആളെ കാണിക്കുന്നില്ല. ഓക്കെ, കുറച്ച് കഴിഞ്ഞാണ് ആ ഒരു ക്യാരക്ടർ വരുന്നതും പിന്നെയാണ് ഇത് എന്താണ് റിവീലിങ് സീനൊക്കെ നടക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെയാണ് ഈ കൊച്ച് മരിക്കുന്നത്, കൊല്ലുന്നത് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. അതുവരെ ആ ഒരു പള്ളി അവിടെ ഉള്ളൊരു ഫാദർ അങ്ങനെയാണ് സംശയിച്ചുകൊണ്ടിരുന്നത്. ഒബ്വിയസ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ അത് മാറ്റിക്കൊണ്ട് പുതിയൊരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന് ദൈവമാണ്. പക്ഷേ സെക്കൻഡ് വണ്ണിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇവർക്ക് എല്ലാ ഹെൽപ്പും വേണ്ട സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്ന അങ്ങേര് തന്നെയാണ് അവസാനം ഇത് ചെയ്തതെന്ന് അറിയുമ്പോൾ ഒരു ഇതുണ്ടാവും. അത് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ ഇവർ ഒരു ഫേക്ക് ഇൻറ്ററോഗേഷൻ എന്ന് പറഞ്ഞൊരു രീതിയിൽ അവിടെ ഉള്ള ഡൗട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് വരുത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ നിർത്തി പോവുകയാണ്, അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാനാണ്, സംസാരിക്കാൻ വേണ്ടിയാണ് വിളിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവർ ഇങ്ങനെ ഒരു പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇങ്ങനെ ഇവർക്ക് ആളെ പിടികിട്ടിയെന്നും മനസ്സിലായെന്നും അയാളെ മെൻ്റലി ഇത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണെന്നൊക്കെ സിനിമ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവം തന്നെയാണ്. അപ്പം മൊത്തത്തിൽ സിനിമ കൊള്ളാം, മൊത്തത്തിൽ ഓക്കെയാണ്, നല്ലൊരു പടമാണ്. പക്ഷേ നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുമ്പം മറ്റേ ഈ യമാരെ പിടിക്കാനുള്ള അവരുടെ ആ ഒരു യാത്രയും പിന്നെ ആ ഒരു ഗ്രാമത്തിൽ ചെന്നിപ്പെട്ടിട്ടുള്ള ആ സീനും അതും ഇതൊക്കെ വരുമ്പോൾ ആ സിനിമയാണ് കുറച്ചും കൂടെ ഒന്ന് ഇഷ്ടപ്പെടുന്നത് എനിക്ക്. ഇത് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ അത്ര എത്തുന്നില്ല. അതാണ് നമ്മുടെ അന്വേഷിപ്പും കണ്ടെത്തും എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം. നിങ്ങളെല്ലാവരും സിനിമ കണ്ടവരാണോ, കണ്ടിട്ടില്ലെങ്കിൽ കാണുക, കണ്ടവർ അവരുടെ അഭിപ്രായം പറയുക. താങ്ക് യു.